ഗോൾഡ് സൂക്ക് മോളിന് എന്ത് പറ്റി എന്നുള്ളതാണ്. ഏരിയൻസ് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഗോൾഡ് സൂക്ക് മോൾ. ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് ഗോൾഡ് വിൽക്കപ്പെടുന്ന ഷോപ്സ് ആയിരുന്നു. അതായത് മില്ലീനിയം ഗോൾഡ്, ഭീമ, കല്യാൺ ജ്വല്ലേഴ്സ് പോലുള്ള ജ്വല്ലറി ഷോപ്പുകളായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. നമസ്കാരം. ഇന്നത്തെ ചർച്ചാ വിഷയം ഗോൾഡ് സൂക്ക് മോളിന് എന്ത് പറ്റി എന്നുള്ളതാണ്. കൊച്ചിയിൽ വൈറ്റ്ലയിലാണ് ഈ മോൾ സ്ഥിതി ചെയ്യുന്നത്. പണ്ടൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മോളാണെന്നത്. പക്ഷെ ഇപ്പൊ അതുവഴി പോകുമ്പോൾ ഏതൊരാളുടെയും കണ്ണ് ആ മോളിലേക്ക് പോകും. എന്തെന്ന് വെച്ചാൽ എന്ത് പറ്റിയ മോളിന്? കാരണം പണ്ട് ക്യൂ സിനിമാസ് അല്ലെങ്കിൽ നിരവധി റീറ്റെയിൽ ഷോപ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മോളായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ളതാണ് ജനങ്ങൾ ഒന്നടങ്കം അത് ചർച്ച ചെയ്യുന്നത്. നമുക്ക് പരിശോധിക്കാം. 2011 ഗോൾഡ് സൂക്ക് മാളിന്റെ തുടക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏരിയൻസ് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഈ ഗോൾഡ് സൂക്ക് മോൾ. അന്ന് ഈ പറയുന്ന നിരവധി റീറ്റെയിൽ ഷോപ്പുകളും അതോടൊപ്പം ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് ഗോൾഡ് വിൽക്കപ്പെടുന്ന ഷോപ്സ് ആയിരുന്നു. അതായത് മില്ലീനിയം ഗോൾഡ്, ഭീമ, കല്യാൺ ജ്വല്ലേഴ്സ് പോലുള്ള ജ്വല്ലറി ഷോപ്പുകളായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ 2009 ഈ കൊച്ചിയിലെ ഫസ്റ്റ് മോൾ വരുന്നത്. അത് ഒബ്റോൺ മാളാണ്. അതും അതിന്റെ കൂടെ കട്ടയ്ക്ക് തന്നെയായിരുന്നു ഈ പറയുന്ന 2011 വന്ന ഗോൾഡ് സൂക്ക് ഗ്രാൻഡ് മോളും. അതിനുശേഷമാണ് 2013 ലുലു തുടങ്ങിയ ലുലു മോൾ വന്നത്. പിന്നെ ഈ ഗോൾഡ് സൂക്ക് മോളിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആൾക്കാർ പോകുന്നത് ക്യൂ സിനിമാസ് ആണ്. ഇപ്പൊ ഞാനൊക്കെ അവിടെ ക്യൂ സിനിമാസിലാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അതായത് അവിടെ സിനിമകൾ കാണാനായിട്ട്. അവിടെ നിരവധി ചിത്രങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KFC ചിക്കിങ് പോലുള്ള റെസ്റ്റോറൻറ്റ്സും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റീസെന്റ് ടൈം വരെ KFC എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അവിടെ ഇപ്പോഴും കറന്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയാ, ആളൊഴിഞ്ഞ ഒരു പ്രേതാലയം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പറയത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമായി മാറിയത്. കാരണം നമുക്കിപ്പോ ഒരു മിസ്റ്ററി ഫീലാണ് അവിടെ തോന്നുന്നത്. കാരണം നമ്മളിപ്പോ ഏതൊരാളും ആ ഒരു വഴി വൈറ്റിൽ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ മോളിലേക്ക് എല്ലാവരും കണ്ണെന്ന് പോകും. പക്ഷെ അതിന്റെ അകത്ത് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര കാട് പിടിച്ച് ഭയങ്കര അഴുക്കൊക്കെ പിടിച്ച് ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രേതാലയം പോലെ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ ആ ഒരു സെറ്റപ്പിലോട്ടാണ് ഇപ്പൊ അത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വൈറ്റില നിവാസികളൊക്കെ ഒന്നടങ്കം അത് ആ മാളിൽ എന്നാണ് തിരിച്ചു വരുന്നത് എന്ന് നോക്കിക്കാണുകയാണ്. കാരണം അത് നല്ലൊരു മാളായി പ്രവർത്തിക്കാൻ തക്ക ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന മാളുടെ തകർച്ച, ശരിക്കും പറഞ്ഞാൽ മാളുടെ തകർച്ചയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് മാളുടെ തകർച്ച തുടങ്ങിയത് ഈ 2013 ലുലു മോൾ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാളുടെ തകർച്ച തുടങ്ങിയത്. കാരണം 2013 ശേഷം ഈ ലുലു ഒരുപാട് പുതിയ കാര്യങ്ങളും ഈ പറയുന്ന പോലെ PVR, കാരണം ക്യൂ സിനിമാസിനും ഫോർ ബെറ്റർ പ്രൊജക്ഷൻസും അല്ലെങ്കിൽ ബെറ്റർ സ്ക്രീൻസും സൗണ്ടും അതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് PVR ആൾക്കാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ക്യൂ സിനിമാസിൽ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ക്യൂ സിനിമാസിൽ ഞാൻ ഒരു മലയാള സിനിമ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ പോയ സമയത്ത് സ്ക്രീനിന്റെ നടുക്കൂടെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അന്നത്തെ സമയത്ത് ആരും അങ്ങനെ ചർച്ച ചെയ്തിരുന്നില്ല. അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെയാണ് ഒരു തിയേറ്ററിന് അങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുകയും ഇപ്പോൾ തിയേറ്റർ റിവ്യൂവേഴ്സ് അവരൊക്കെ അതിനെതിരെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അന്നത്തെ സമയത്ത് ഇങ്ങനെ തിയേറ്റർ റിവ്യൂവേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്കാരിലേക്ക് അത് എത്തിയില്ല. അപ്പൊ അവിടുത്തെ ക്യൂ സിനിമാസ് ഒക്കെ തന്നെ ഒരു തട്ടിക്കൂട്ട് പ്രൊജക്ഷനും പറയുന്ന പോലെ സൗണ്ടൊന്നും അത്ര വലിയ രീതിയിലുള്ള സൗണ്ടൊന്നും കാണികൾക്ക് നൽകാൻ സാധിച്ചില്ല. അപ്പൊ അതൊക്കെ തന്നെ അത് മെയിൻ പോരായ്മയാണ് ആ മോളിന്റെ. പിന്നെ ഈ പറയുന്ന പോലെ ലുലു വന്നതിന് ശേഷം ഇപ്പോ ഒരു മോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു ചൂട് സമയത്ത് നമ്മൾ മോളിൽ വെറുതെ എങ്കിലും നമ്മളൊന്ന് കയറാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു തണുപ്പ് ആ ഒരു കൂളിംഗ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒക്കെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ നമ്മൾ വെറുതെ പോവാണ്, നമ്മളുടെ ചിലവില്ലാതെ വെറുതെ പോവാണെങ്കിൽ പോലും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഷോപ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അത്യാവശ്യം നിരവധി ഗെയിംസ് കളിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണം. കാരണം എന്നാലാണ് ഒരു മോളിൽ നമുക്ക് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഒരാളൊഴിഞ്ഞ സെറ്റപ്പാണ് നമുക്ക് കാണാനൊരു ഭംഗി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അല്ലെങ്കിൽ പോകാനൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഈ 2013 ശേഷം ഈ ലുലു മാൾ വന്നതിന് ശേഷം ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഫൺട്യൂറ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ഗോൾഡ് സൂക്ക് അപ്പോഴും പിന്നിലായിരുന്നു. കാരണം ഗോൾഡ് സൂക്ക് അപ്പോഴും അവിടെ സാധാ റീറ്റെയിൽ ഷോപ്സും അല്ലെങ്കിൽ പറഞ്ഞ ഗോൾഡ് ജ്വല്ലറി ഷോപ്സും അല്ലെങ്കിൽ പറഞ്ഞ പോലെ KFC ചിക്കിങ് പോലുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതിലൊതുങ്ങിപ്പോയി. കാരണം നമ്മളൊരു കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരുടെ പൾസ് അറിഞ്ഞിട്ട് ആൾക്കാർക്ക് എന്താണോ വേണ്ടത്, ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, നൽകുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏത് ബിസിനസ് ആയാലും അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഗോൾഡ് സൂക്ക് മാളിന്റെ തകർച്ച മെയിൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ലുലു മാൾ വന്നതിന് ശേഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുലു മാൾ വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ട് ഫൺട്യൂറ പോലുള്ള ഗെയിമിംഗ് ഒരു പ്ലാറ്റ്ഫോം, അതൊരു ഇൻഡോർ ഗെയിമിംഗ് ഒരു സ്ഥലമാണത്. അപ്പം അതൊക്കെ കുട്ടികൾക്കും അല്ലെങ്കിൽ പറഞ്ഞ പ്രായ ആൾക്കാർക്കൊക്കെ അതിലോട്ട് ഒന്ന് കയറണം, അത് കാണണം എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് വരുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ PVR അത്യാവശ്യം നല്ല നോക്കുവാണെങ്കിൽ ഇപ്പൊ കൊച്ചിയിൽ ഫോർമാൾ വന്നിട്ടുണ്ട്. അതൊക്കെ ലേറ്റസ്റ്റ്. ഇപ്പോൾ തിയേറ്റർ ഒരു മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷോപ്പിംഗ് മാൾ മാത്രമല്ല, അവിടെ നമുക്ക് ഷോപ്പിങ്ങിന് ഉപരി നമുക്ക് സിനിമകൾ കാണാനുള്ളൊരു ഒരു സംഭവം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന ഫോർമാളിലാണെങ്കിൽ പോലും നല്ല നല്ല പ്രൊജക്ഷൻസ്, ലേസർ 4K ലേസർ അറ്റ്മോസിൽ വരുന്നത്, ഇപ്പൊ PXL പോലുള്ള സംഭവങ്ങളൊക്കെ അത് കാലം മാറുന്നതനുസരിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗോൾഡ് സൂക്ക് മാളും ശരിക്കും പറഞ്ഞാൽ അതേപോലെ ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരുന്നു. കാരണം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് സൂക്ക് മാൾ ഇപ്പോഴൊരു തകർച്ചയിലേക്ക് വന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ശരിക്കൊരു പണി കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷമാണ്. കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നതിന് ശേഷം ഈ പറയുന്ന ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ലുലു മാളിലേക്ക് പോവുകയും ഗോൾഡ് സൂക്ക് മാൾ പിന്നീട് അങ്ങനെ തിരക്ക് കുറഞ്ഞ് ലാസ്റ്റ് പിന്നെ അവിടെ ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ അവിടെ ഷോപ്സ്, അതായത് അവിടെ കടകൾ നടത്തിയ ആൾക്കാർക്ക് പോലും വാടക അടക്കാനുള്ളൊരു ആ ഒരു എമൗണ്ട് പോലും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ വരുന്നില്ല അവിടെ. കാരണം ഇപ്പോൾ ലുലു പോലുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ലുലു മോളൊക്കെ ഇങ്ങനെ ഭയങ്കര സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതേപോലെ ആൾക്കാർക്കിടയിൽ ഭയങ്കര രീതിയിലൊരു പോപ്പുലറായി. കാരണം ഇപ്പോൾ നമ്മൾ വെറുതെ പോലും ലുലു മാളിൽ പോകും. കാരണം എന്താ? കാരണം ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഓഫറിൽ ഇട്ടിരിക്കുന്ന നമുക്ക് ഐറ്റംസ് കണ്ട് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ നിരവധി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഗോൾഡ് സൂക്ക് മാളിൽ ഈ തകർച്ച വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ അവിടെ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ തിരക്ക് കുറഞ്ഞപ്പോഴേക്കും ആ മാളിന്റെ ആ ഒരു ഇന്റൻസിറ്റി പോയി. കാരണം പിന്നെ ക്യൂ സിനിമാസ് ഒക്കെ പൂട്ടിപ്പോയി, ഭയങ്കര പ്രശ്നമായി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത് KFC ആയിരുന്നു. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ KFC ഉണ്ടായിരുന്നു, നല്ല പാർക്കിംഗ് സ്പേസോടുകൂടി. ഗ്രൗണ്ട് ആ ഒരു ഫ്ലോറിൽ തന്നെ KFC ഉള്ളതുകൊണ്ട് KFC കുറച്ച് നാൾ മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് KFCയും ഈ പറയുന്ന പോലെ ഒരു തകർച്ചയിലേക്ക് വന്നു. കാരണം KFC പിന്നെ അതിനുശേഷം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മോളിൽ ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ അപ്ഗ്രേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഒരു ബിസിനസ് ആണെങ്കിൽ പോലും എന്ത് സാധനങ്ങളും പിടിച്ചു നിൽക്കണമെങ്കിൽ ആൾക്കാരുടെ ചിന്താഗതി മാറുന്നതനുസരിച്ച്, അതായത് ഇപ്പോൾ ജനറേഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ തിയേറ്റേഴ്സൊക്കെ പണ്ട് നമുക്ക് വരുന്ന തിയേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ 2K 7.1 ഡോൾബി പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുവാണെങ്കിൽ മിക്ക തിയേറ്റേഴ്സും ലേസറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പൊ നോക്കുവാണെങ്കിൽ മിക്ക തിയേറ്റേഴ്സും അറ്റ്ലീസ്റ്റ് 2K ലേസർ അറ്റ്മോസെങ്കിലും ഉണ്ടാവും. കാരണം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഒരു സിനിമ കാണാൻ ജസ്റ്റ് വെറുതെ ഒരു വെന്യൂ ചൂസ് ചെയ്യില്ല. കാരണം ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസോടെ സിനിമ കാണണം. നമുക്ക് വെറുതെ ഒരു സിനിമ കണ്ടാൽ പോരാ, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസോടെ നമുക്ക് സിനിമ കാണണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാ തിയേറ്റേഴ്സ്, നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോർമൽ തിയേറ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യില്ല. കാരണം നമ്മൾ ഒരു മോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലുലു മോളോ അല്ലെങ്കിൽ ഫോറം മാളോ ഒബ്രോ മാളോ ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, അവിടെ തന്നെ നിന്ന് ഫുഡ് കഴിക്കാം. നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ തിയേറ്ററിൽ പോയിക്കണം, നമ്മൾ സിനിമ കാണുക, ഇറങ്ങുക, പിന്നെ വേറെ അവിടെ പുറത്തെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക, അത് ഭയങ്കര പാടാണ്. നമുക്ക് കാറൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനും ഭയങ്കര പാടായിരിക്കും കാറൊക്കെ ആയിട്ട് പോകാനായിട്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഫാമിലീസ് ഈ പറയുന്ന പോലെ ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ മോൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നേരെ കാറ് പാർക്ക് ചെയ്യുക, അതിനുശേഷം ഫുഡ് കഴിക്കുക, ഷോപ്പിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുക, അതിനുശേഷം സമയം ഉള്ളപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സിനിമ കണ്ട് തിരിച്ച് സന്തോഷമായിട്ട് വരിക എന്നുള്ളതാണ് കൂടുതലും ഇപ്പോൾ സൺഡേസിൽ ഫാമിലിയൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഭയങ്കര ഒരു ഇതുണ്ടാവും. ഇപ്പോൾ മോളിലാണെങ്കിൽ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഓരോ തിയേറ്റേഴ്സും ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ കാണാനായിട്ട് മാത്രം മോളിൽ വരും.
അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മൾ ഇതിന്റെ ആസ്പെക്ട് നോക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുവാണെങ്കിലും ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ രീതിയിലും തിയേറ്റേഴ്സ്, ഷോപ്പിംഗ് മോള്, ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ മോളിന്റെ ഒരു ഇന്റീരിയർ എല്ലാം കൂടെ നോക്കുവാണെങ്കിലും ഈ ഗോൾഡ് സൂക്ക് മോൾ വളരെ പിന്നിലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഗോൾഡ് സൂക്ക് മാളിന്റെ തകർച്ചയുടെ ഒരു കാരണമാണ്. അപ്പോ ഗോൾഡ് സൂക്ക് മാള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു ഞാൻ നേരത്തെ ഒരു പ്രേതാലയം പോലെയായി മാറി. കാരണം ഇപ്പോ ഗോൾഡ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ ഒരു സിനിമയുണ്ട്, അതില് ഈ അവസാന ഘട്ടത്തിലോട്ടാകുമ്പോഴേക്കും ഈ ഗോൾഡ് സൂക്ക് മാൾ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ബിസിനസ് ഓറിയന്റഡ് ഒരു സാധനം പോലെ ഗോൾഡ് സൂക്ക് മാൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷൂട്ടിംഗ് ചെയ്യേണ്ട ഒരു സ്ഥലം മാത്രമായി മാറി. കാരണം ഇപ്പോഴും അവിടെ ഭയങ്കര ഒരു മിസ്റ്ററിയാണ്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇപ്പൊ നമ്മൾ അതുവഴി പോകുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ കണ്ണ് അതിലോട്ടൊന്ന് പോവും, എന്തായാലും പോവും. കാരണം അയ്യോ പണ്ട് നമ്മൾ ഒരുപാട് പോയ മോളാണ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടാണ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഒരുപാട് പോയതാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരു അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരും. അത് ശരിക്കും പറഞ്ഞത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആ മാള് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരിക്കലും ആ മാളൊരു മിസ്റ്ററി ആവാൻ പാടില്ല. കാരണം ഇനി ആ മാള് അവിടെ വെറുതെ കിടക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും, കൊച്ചിക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. അപ്പം മോള് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?